എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസമാണ്. അപ്പോൾ നാളെയാണ് പൊങ്കാല. അപ്പോൾ ഞാൻ 2 ദിവസത്തെ വീഡിയോ ആണ് ഈ ഒരു വ്ളോഗിൽ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വല്യമ്മമാരും കുഞ്ഞമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ മാത്രമല്ല, പൊങ്കാല ഇടാനായിട്ട് നമ്മളെ വീട്ടിലുള്ള അല്ലാത്തവർ ആൾക്കാരും വരാറുണ്ട്. കഴിഞ്ഞ മുന്നത്തെ വർഷം വന്നിട്ടുള്ളവരും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവരുണ്ട്. പിന്നെ പുതിയ ആൾക്കാരും ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് പരിചയമുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ വരാറുണ്ട്, ഫാമിലി ഫ്രണ്ട്സും ഒക്കെ. അപ്പോൾ എല്ലാവരും നാളെ രാവിലെ ആകുമ്പോൾ എത്തും. കുറച്ച് പേരൊക്കെ ഇന്ന് വന്നത് അടുപ്പൊക്കെ കൂട്ടിയിട്ട് പോയി. അപ്പോൾ എല്ലാ വർഷമുള്ളൊരു ചടങ്ങാണ് നമ്മളെല്ലാവരും കൂടെ തലേന്ന് രാത്രി പുറത്തൊക്കെ പോവുക, അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ പോവുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ വല്യമ്മയും കുഞ്ഞമ്മയും ഈ കാണുന്ന 2 വല്യമ്മമാരാണ് കേട്ടോ. ഇവർക്ക് 2 പേർക്കും മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന്. അപ്പോൾ ഇങ്ങനെ പറയുകയാണ്, ദേ അവൾ വീഡിയോ എന്തോ എടുക്കുന്നുണ്ട്, നമ്മളെ ഇനിയിപ്പോൾ ടി വിയിൽ കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അവർ നിന്ന് തരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ തലേന്ന് രാത്രി നടക്കാനായിട്ട് ഇറങ്ങി. റോഡിൽ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ രാത്രി ഒന്നും ഭക്ഷണം കഴിച്ചിട്ടല്ല ഇറങ്ങുക. കാര്യം അന്നദാനമുണ്ട്, പല ഫുഡ് നമുക്ക് കിട്ടും. ഇഡലിയും ഇടിയപ്പവും ചപ്പാത്തിയും ഉപ്പുമാവും എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ഇറങ്ങി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ. കപ്പയൊക്കെ ഉണ്ടാവും. പിന്നെ അല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഉത്സവമല്ലേ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഇതുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇറങ്ങുകയാണ്. അച്ഛൻ പൊതുവേ വരാറില്ല, അച്ഛൻ വീട്ടിൽ തന്നെയാണ് ഇരിക്കുക. ഇത്രയും തിരക്കൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അച്ഛൻ ഒരു വർഷം അങ്ങനെ തലേന്ന് രാത്രി അങ്ങനെ നമ്മളോട് വരാറില്ല. നമ്മൾ പെണ്ണുങ്ങളാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങുന്നത്. കണ്ടില്ലേ, ഇറങ്ങി കുറച്ച് നടക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ കടകളാണ്, ഫുൾ കടകളാണ്. അപ്പോൾ ഈ പാട്ടും ഈ ബഹളവും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്കായിരിക്കും നമ്മൾ ഈ ചട്ടിയും, അതായത് നമ്മൾക്ക് പൊങ്കാലിടാനുള്ള ചട്ടിയും അരിയും ശർക്കരയൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ അവിടെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പം ആൾക്കാരെല്ലാം ഇപ്പോൾ അവിടെ തന്നെയാണ്. 2 ദിവസം മുന്നേ വരുന്ന ആൾക്കാരും ഉണ്ട്, തലേന്ന് വന്ന് അവിടെ നിൽക്കുന്നവരുണ്ട്, നല്ല ദൂരം നിന്ന് വരുന്നവരൊക്കെ. അപ്പോൾ ഫുൾ തിരക്കായി. ആദ്യം തന്നെ നമ്മൾ ഉപ്പുമാവ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നടന്ന് അമ്പലത്തിൻ്റെ പരിസരത്തോട്ട് നടന്ന് എത്താറാവുന്നതിന് മുന്നേ ആയിട്ട് ഉപ്പുമാവ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു 2-3 പേര് ഉപ്പുമാവ് മേടിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്തു. എന്താണെന്നറിയില്ല, നമ്മൾ ഇങ്ങനെ അന്നദാനം നിന്ന് നമ്മൾ ഉപ്പുമാവോ എന്ത് ഫുഡാണെങ്കിലും വാങ്ങിക്കുമ്പോൾ അതിന് പ്രത്യേകത രുചിയാണ്. അത് നല്ല ചൂടോടെയാണ് തരുന്നത്. എനിക്ക് ഉപ്പുമാവൊന്നും ഭയങ്കര ഇഷ്ടമുള്ള ആളല്ല, പക്ഷെ അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ നന്നായിട്ട് കഴിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കട്ടൻ ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ നടന്നു. അപ്പോൾ അത് അമ്പലം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊന്നും വലിയ തിരക്കില്ല, അത്യാവശ്യം നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിക്കാണ്. അതേ നടന്ന് അമ്പലം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായി. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഇത്തവണ എനിക്കൊന്ന് തിരക്ക് കൂടുതലായിരുന്നു ഒന്ന് എല്ലാ വർഷത്തെക്കാട്ടിയും. ഫുൾ കടകളും തിരക്കും ഒക്കെ ആയിട്ട് ഭയങ്കര ചൂടുമായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തലേന്നൊക്കെ അമ്പലത്തിൽ വന്ന് ഇത്രയും ആൾക്കാരെ കാണുമ്പം. ആൾക്കാർ കൂടുതലാണെന്ന് അറിയുമ്പം എന്തൊക്കെ പറഞ്ഞാലും എവിടേക്കും ഒരു സന്തോഷമുണ്ടോ, അയ്യോ അപ്പോൾ ഇത്തവണ ഒരുപാട് ആൾക്കാർ വന്നല്ലേ എന്ന്. കാര്യം ഞാൻ പറയില്ല, എന്നെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 25 വർഷവും ഞാൻ പൊങ്കാല ഇവിടെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. എവിടെയാണെങ്കിലും ഈ സമയമാകുമ്പോൾ ഞാനിവിടെ എത്തും. ഈ തിരക്ക് കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ വർഷവും ഈ തിരക്ക് കൂടുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മളിത് കുറച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളിത് പാനിപൂരിയും പിന്നെ കുലുക്കി സർബത്തും ഒക്കെ നമ്മൾ വാങ്ങിച്ചു. എനിക്ക് ചിലർ കുലുക്കി സർബത്തിൽ ഈ എരിയൊക്കെ ആഡ് ചെയ്യും, മുളകൊക്കെ. ഞാനതൊന്നും വേണ്ടെന്ന് പറഞ്ഞു, നോർമലായിട്ട് ഒരെണ്ണം മേടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ തലേന്നൊന്നും നമ്മൾ അകത്ത് കയറി തൊഴാറില്ല. കാര്യം 2-3 കിലോമീറ്റർ ക്യൂ കാണും. അപ്പോൾ ഒരുപാട് ദൂരം നിന്ന് വരുന്നവരും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ തന്നെ ഉള്ളതാണ്, എപ്പോഴും വന്ന് തൊഴുന്നതാണ്. പിന്നെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വന്ന് തൊഴുന്നതുമാണ്. അപ്പോൾ തലേന്നൊന്നും നമ്മൾ അകത്ത് കയറി തൊഴാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് തൊഴാൻ പറ്റിയാൽ അത് ചെയ്യണം എന്ന്. കാര്യം നമ്മളത് മെനക്കെട്ട് ക്യൂവിൽ നിൽക്കാറില്ല തലേന്ന്. കാര്യം വീട്ടിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് വന്ന് ഒരു മണിക്കൂറൊക്കെ നിന്നിട്ട് പോകും. ക്യൂവിലൊക്കെ നിൽക്കുകയാണെങ്കിൽ 3-4 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ വീട്ടിലെ ആൾക്കാരൊക്കെ വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിൽക്കാത്തത്. പക്ഷെ പൊങ്കാലയ്ക്ക് മുന്നേ ദേവിയെ കയറി തൊഴുതിട്ട് പൊങ്കാലയിടുകയാണെങ്കിൽ അതും നല്ലൊരു കാര്യമായിരിക്കും. അങ്ങനെ നമ്മളിതേ തിരിച്ചെത്താറായപ്പോഴത്തേക്കും കപ്പയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കപ്പയും മുളകും കിട്ടാനായിരുന്നു ഞാൻ ഏറ്റവും കാത്തിരുന്നത്. അങ്ങനെ അതൊക്കെ കുറച്ച് കിട്ടി. ഓൾമോസ്റ്റ് കഴിയാറായി, പക്ഷെ നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഐസ്ക്രീം, ഇതൊരു മെയിൻ ചടങ്ങാണ്. നമ്മൾ എല്ലാ വർഷവും തിരിച്ച് ഐസ്ക്രീം വാങ്ങിച്ചോണ്ടാണ് തിരിച്ച് വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോയിട്ട് ഇരുന്ന് കഴിക്കും, മാംഗോ ബാറോ എന്തെങ്കിലുമൊക്കെ. പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസും വാങ്ങിച്ചു. ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ട് വന്നു.
അതെ കണ്ടില്ലേ, ഇവിടെ ഫുൾ ആൾക്കാരായി. വന്ന ആ ഒരു ബഹളവും ഒക്കെ എഴുന്നേക്കുന്ന പോലും നമ്മൾ ആ ബഹളം കേട്ടിട്ടാണ് പുറത്തുള്ള ആൾക്കാരുടെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. ഈശ്വര പൊങ്കാലയായി, രാവിലെ ആയി എന്നുള്ളൊരിതാണ്. അപ്പം ഞാനൊക്കെ റെഡി ആയിട്ട് വന്നു. അമ്മയും വല്യമ്മയൊക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാനുള്ളതും ചായയൊക്കെ കൊടുക്കാനുള്ള ഇതിലാണ്. ഒരു 50-60 പേരുണ്ട് പുറത്ത്. അപ്പോൾ അവർക്ക് വേണ്ട ഫുഡും വെള്ളവും എല്ലാം നമ്മൾ തന്നെ കൊടുക്കും. നമ്മൾ പൊങ്കാലയിടും. അപ്പം നമ്മളിവിടെ ഈ തോക്കൊക്കെ ഇന്നലെ അവന് മേടിച്ചാണ് പൊങ്കാലയ്ക്ക്. കൊച്ചിൽ എനിക്കും കിട്ടിയായിരുന്നു. വളർന്നപ്പോൾ പിന്നെ അതൊന്നും നമ്മൾ ഇല്ലല്ലോ. കൊച്ചിലെ ഈ ബാർബിയുടെ ഫോണ്, പിന്നെ മറ്റേ പാമ്പ് കളിക്കുന്ന ഗെയിമുണ്ടല്ലോ, അതൊക്കെയായിരുന്നു മെയിനായിട്ട്. ഇപ്പം തോക്കും കാറും ഒക്കെ ആയി. അങ്ങനെ ഇഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു. ഫുഡ് നമ്മൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം പണ്ട് നമ്മൾ വീട്ടിൽ തന്നെ വയ്ക്കുമായിരുന്നു. പിന്നെ 50-60 പേർക്കൊക്കെ അമ്മയും വല്യമ്മയൊക്കെ വയ്ക്കുമ്പം ഇവരും കൂടെ പൊങ്കാല ഇടാനുള്ളതല്ലേ, അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അതുകൊണ്ടാണ് പിന്നെ കാറ്ററിങ്ങിനെ ഏൽപ്പിച്ച് തുടങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് നമ്മൾ കാറ്ററിങ്ങിനെ ഏൽപ്പിക്കും. അങ്ങനെ പന്തം കൊണ്ട് അമ്മതെ കാത്ത് നിൽക്കുകയാണ്. അമ്പലത്തിൽ നിന്ന് അവർ തീ കൊണ്ടുവരും. ബൈക്കിലിങ്ങനെ കുറച്ച് ചേട്ടന്മാരിങ്ങനെ തീ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ അതിൽ നിന്ന് കത്തിച്ചെടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക. അതായത് അമ്പലത്തിലെ തീ പകർന്ന് വരുന്നതാണ്. അപ്പോൾ അത് കാത്ത് നിൽക്കുകയാണ് അമ്മ. ഒരുപാട് പേരും നിർത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കിട്ടി. ഈ ഒരു വരവ് എനിക്കറിയില്ല, എവിടുന്നോ ഒരു ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ടക്ക് 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 എന്നുള്ളൊരിതാണ്. ഭയങ്കര ടെൻഷനുള്ളൊരു മൊമെൻ്റാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ മനസ്സിലെന്തോ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു സമയത്തൊക്കെ എന്തൊക്കെയോ ഒരു ഇമോഷൻസാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. മനസ്സറിഞ്ഞ് നമ്മൾ വിളിക്കുകയാണ് ദേവീനെ. ആ അത്രയും ചൂടാണെങ്കിലും അത്രയും വെയിലാണെങ്കിലും നമുക്ക് ആ ഉണ്ടാവുന്ന ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. എന്നും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും എനിക്കിത്. കാര്യം ഞാൻ ആറ്റുകാൽ പൊങ്കാല വ്ളോഗ് ഇതുവരെ ഞാൻ കഴിഞ്ഞ വർഷമൊന്നും എടുത്തിട്ടില്ല. ഇതെന്നും യൂട്യൂബിൽ ഉണ്ടാവുമെന്ന് ആലോചിക്കുമ്പോഴും കുറേ നാൾ കഴിഞ്ഞിട്ട് എടുത്ത് കാണുമ്പോഴും ഒക്കെ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളതാണ്. അങ്ങനെ പൊങ്കാല തുടങ്ങി. എല്ലാ വർഷത്തെക്കാട്ടി കൂടുതൽ ഇത്തവണ ഭയങ്കര ചൂടായിരുന്നു. കാലൊക്കെ ഭയങ്കര ചൂട്, തറയിൽ നമുക്ക് കുത്തി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാലിനടിയിലൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, ചിലപ്പോൾ കാലാവസ്ഥയുടെ ഇതുകൊണ്ടായിരിക്കാം. എല്ലാ വർഷവും ചൂട് തന്നെയാണ്, ഇത്തവണ കുറച്ചുകൂടെ ചൂടായിരുന്നു. അപ്പം ഞാൻ ഇട്ടത് ശർക്കര പൊങ്കാലയാണ്, നമ്മുടെ ശർക്കര പായസമാണ്. അമ്മ ചോറാണ് ഇട്ടത്. പിന്നെ തെരളിയും മണ്ടപ്പുറ്റും നമ്മൾ ഉണ്ടാക്കാറില്ല. ഇവിടെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടും. നമ്മളായിട്ട് ഇതൊരു ദേവിക്ക് കൊടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു വർഷം അത് ചെയ്യണമെന്നുണ്ട്. വീട്ടിലത് ചെയ്യാത്തത് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ തന്നെ നമ്മളിത് എല്ലാം അറേഞ്ച് ചെയ്യുന്നുള്ളതുകൊണ്ട് അതിൻ്റേതായ സമയപരിധി ഉള്ളതുകൊണ്ടാണ് നമ്മൾ തെരളിയൊന്നും ഇടാതിരുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു വർഷം ഇതെല്ലാം ഇടണമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ അടുത്ത വർഷം എങ്ങാനും അത് ഇടാൻ ശ്രമിക്കണം. അപ്പം ഞാൻ ശർക്കര പൊങ്കാലയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടത് പാൽപ്പായസമായിരുന്നു, അരിപ്പായസമായിരുന്നു. ഇത്തവണ ഒരു ചേഞ്ചിന് വേണ്ടി ശർക്കര പൊങ്കാല ഇട്ടു. നല്ല ശർക്കര കൂട്ടിയിട്ടിട്ട് ഒരു അരവണ സ്റ്റൈലിൽ തേങ്ങയും പഴവും ഒന്നും ഇടാതെ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുള്ളത്. അങ്ങനെ പൊങ്കാലയൊക്കെ കഴിഞ്ഞു. നിവേദ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിവേദിക്കാൻ നമുക്കിവിടെ അമ്പലത്തിൽ നിന്ന് പോറ്റി വന്ന് നിവേദിച്ചിട്ടാണ് നമ്മൾ പായസം എടുക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞത് ഇവിടെയൊക്കെ വൃത്തിയാക്കി. ഇതൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കുന്ന പരിപാടിയുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നമ്മളതെല്ലാം ആ ഒരു ചാമ്പലുമൊക്കെ മാറ്റി വേസ്റ്റും ഒക്കെ കളഞ്ഞിട്ട് ഫുൾ വൃത്തിയാക്കി എടുത്തു. അപ്പോൾ അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള കാത്തിരിപ്പ്. അപ്പോൾ അടുത്ത വർഷം പൊങ്കാല ഇടാൻ പറ്റട്ടെ. അടുത്ത വർഷം നല്ല പറ്റുന്ന എല്ലാ വർഷവും എവിടെയാണെങ്കിലും ആറ്റുകാൽ പൊങ്കാല ഇടാൻ പറ്റട്ടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്